അങ്ങനെ നമുക്ക് കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടിയതൊന്നുമല്ല, കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്നാൽ പിന്നെ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് തന്നെ ഉണ്ടാക്കിയ ഒരു അച്ചാർ കഴിക്കണമെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അച്ചാറിന് എന്തിനാണ് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നത്. അച്ചാറിനുള്ള സാധനങ്ങൾ തപ്പിപ്പോയപ്പോഴാണ് പണ്ടെങ്ങോ വാങ്ങിച്ച് കബോർഡിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടായിരുന്ന പാലട കണ്ടത് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ പായസം കഴിക്കണം. ഒരു സാധനം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ടും കുക്ക് ചെയ്ത് തരാൻ വേറെ ആരും നിലവിൽ വീട്ടിലില്ലാത്തതുകൊണ്ടും ഞാൻ തന്നെ നേരെ പായസത്തിൻ്റെ പരിപാടിയിലേക്ക് കിടന്നു. സൈഡിൽ കൂടെ അച്ചാറിൻ്റെ ഒരു ബിസിനസ്സും നടക്കുന്നുണ്ട് കേട്ടോ. അച്ചാറിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആ സൈഡിൽ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പാലിളക്കി കൊടുത്ത് നമ്മളുടെ പാലട, അത് ഇൻസ്റ്റൻറ്റ് മിക്സ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല, പാല് തിളപ്പിച്ച് അതിനകത്തേക്ക് ഇട്ടാൽ മതി എന്നാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പരിപാടി സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ നാരങ്ങയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ തിളച്ചൊന്ന് കുറുകി വരണം, അപ്പോഴാണ് പാലട പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ സമയം അതിൻ്റെ ഇടയിൽ കിട്ടിയതുകൊണ്ടും അച്ചാറിൻ്റെ പരിപാടികൾ സൈഡിൽ കൂടെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതേപോലെ തന്നെ കുറച്ച് കാന്താരി മുളകും കുറച്ച് പച്ചമുളകുമാണ് സൈഡിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ കറിവേപ്പില മസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഇന്ന് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ ഇത് സ്റ്റോക്ക് ചെയ്യാനൊന്നും പോണില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഫിനിഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് വളരെ മുൻകരുതലുകളൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. കുറച്ച് അച്ചാർ പൊടി വാങ്ങിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതും തട്ടി, കുറച്ച് കളറൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് കാശ്മീരി ചില്ലിയും തട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേർത്തത് ഉലുവപ്പൊടിയാണ്. അത് കൂടാതെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അത് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്തത്. കായപ്പൊടിയും വിനാഗിരിയും നാരങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുകയല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അത് തീർന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. പിറ്റേ ദിവസം നന്നായി തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കണ്ടെയ്നറിലാക്കി അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും. കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള കലാപരിപാടിയാണ് പാത്രം കഴുകൽ. ഇന്ന് എനിക്ക് ഭയങ്കര മടി തോന്നിയതുകൊണ്ടും പായസം കുടിച്ചതിൻ്റെ ആലസ്യം ആയതുകൊണ്ടും ഞാൻ എല്ലാം കൂടെ ഡിഷ് വാഷറിലേക്ക് പെറുക്കി വെച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പൊടികളൊക്കെ കൂടി ഒന്ന് അടിച്ചു വാരി വേസ്റ്റ് കളയാൻ പോവാട്ടോ. ഇവിടെയാണ് നമ്മൾ ഗാർബേജ് കളയണേ. ഒന്ന് റീസൈക്ലിങ്ങും മറ്റേത് ഗാർബേജും ആണ് കേട്ടോ. രണ്ടും അതിലേക്ക് തട്ടിയാൽ മതി, താഴത്തേക്ക് പോയിക്കോളും. അപ്പം അത്രേ